ഹലോ ഗായ്സ്, വെൽക്കം ടു ജയ സരീഷ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി അടുക്കള വ്ളോഗുമായിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, ചെറിയൊരു ഞങ്ങളുടെ വീട്ടിലെ ഒരു ദിവസത്തെ പാചകത്തെക്കുറിച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പിൽ കലം വെച്ച് വെള്ളം വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് നമ്മൾ ആ വെള്ളം എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ കുടിക്കാനും ചായക്കായിട്ടാണ് എടുക്കണത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുടിവെള്ളത്തിനായിട്ട് ഒരു കലത്തിൽ ചൂടുവെള്ളം കുടിക്കാനായിട്ട്, പിന്നെ ഒരു ഇതിൽ ജീരകം ഇട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വെള്ളത്തിൽ നമ്മൾ ചായ എടുക്കുകയാണ്. കട്ടൻ ചായ കേട്ടോ ഞങ്ങളെല്ലാവരും കുടിക്കണത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കലത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളതിൽ തിളപ്പിച്ച ശേഷം അരി ഇട്ട് വയ്ക്കും. ഇനി നമുക്ക് ചായക്കുള്ള കടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിക്കുള്ള മാവാണ്. ഉള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചത്തേക്ക് കറിയുടെ കാര്യം നോക്കാം. അപ്പോൾ 2 പപ്പടം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം വറുത്തെടുത്തേ. അതിന് ശേഷം നമുക്ക് ആ ചീഞ്ചട്ടി തന്നെ അടുത്ത കറിക്കുള്ള ചെയ്യാം. കറി എന്ന് പറയാനായിട്ട് നമ്മളിവിടെ ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായി, അത് അതിനകത്തേക്ക് ഇട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ അത് പെട്ടെന്ന് വാടി കിട്ടുമെന്ന് പറയണം. അപ്പോൾ പിന്നെ മുളക് പൊടി ഇട്ടു. എന്നിട്ട് നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ശരിക്കും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ ഉച്ചത്തേക്കുള്ളതും റെഡിയായി, നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചായ കൂടി കഴിഞ്ഞാൽ അപ്പം തന്നെ ചോറുണ്ടോയെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.